ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി യു.എസ് സന്ദർശിച്ച ശശി തരൂർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് അദ്ദേഹത്തിന്റെ മകനാണ്. ശശി തരൂരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എത്തിയ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഇഷാൻ തരൂരും ഉണ്ടായിരുന്നത്. ഇഷാൻ ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റപ്പോൾ ഈ ചോദ്യത്തിന് അനുവാദം കൊടുക്കരുത്, അത് എൻ്റെ മകനാണ് എന്നായിരുന്നു രസകരമായി ശശി തരൂർ പറഞ്ഞത്. പ്രമുഖ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിലെ ഗ്ലോബൽ അഫയേഴ്സ് കോളമിസ്റ്റാണ് ശശി തരൂരിൻ്റെ മകൻ ഇഷാൻ തരൂർ. കഴിഞ്ഞ ദിവസം യു.എസിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം നടത്തിയ പത്രസമ്മേളനത്തിൽ വിദേശനയ വിദഗ്ധരും നയതന്ത്രജ്ഞരും പത്രപ്രവർത്തകരും പങ്കെടുത്തിരുന്നു. ഈ കൂട്ടത്തിൽ തരൂരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷാനും ഉണ്ടായിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യൻ സർക്കാർ തെളിവ് തേടിയിട്ടുണ്ടോ എന്നായിരുന്നു ഇഷാൻ തരൂർ ചോദിച്ച ചോദ്യം. ബോധ്യപ്പെടുത്തുന്ന തെളിവുകളല്ലാതെ ഇന്ത്യ ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമായിരുന്നില്ല എന്നാണ് ശശി തരൂർ ഇതിന് നൽകിയ മറുപടി. വളരെ ശക്തമായ ഒരു അടിത്തറയില്ലാതെ സൈനിക നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള രാജ്യമല്ല ഇന്ത്യ എന്ന് എനിക്ക് ഉറപ്പു പറയാൻ കഴിയും. ഇത് സാധാരണ രീതിയിലുള്ള ഒരു ഭീകരാക്രമണമായിരുന്നില്ല. ഈ ഭീകരാക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് ഉറപ്പായതോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതെന്നും ശശി തരൂർ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങളുടെ പങ്കിനെക്കുറിച്ച് പാകിസ്ഥാൻ ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ലല്ലോ എന്നും ഇഷാൻ തരൂർ ചോദ്യം ഉന്നയിച്ചു. ഈ ചോദ്യത്തിനും വളരെ വ്യക്തമായ മറുപടിയാണ് ശശി തരൂർ നൽകിയത്. പാകിസ്ഥാനിലെ ഒരു കണ്ടോൺമെന്റ് നഗരത്തിലെ ഒരു സൈനിക ക്യാമ്പിന് തൊട്ടടുത്തുള്ള സുരക്ഷിത ഭവനത്തിൽ ഒസാമ ബിൻ ലാദനെ അമേരിക്ക കണ്ടെത്തുന്നതുവരെ ഈ കൊടും ഭീകരൻ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. ഈ കാര്യം അമേരിക്കക്കാർ മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും ശശി തരൂർ മറുപടി നൽകി. അതേസമയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള ലൈനിലെ എഞ്ചിനീയറിംഗ് വിസ്മയം ശരിക്കും ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കും. കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് പടുത്തുയർത്തിയ ചെനാബ് പാലവും അഞ്ചി പാലവും എഞ്ചിനീയറിംഗിൻ്റെ വിസ്മയങ്ങളാണ്. 359 മീറ്റർ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ ചെനാബ് നദി വെള്ളിനൂല് പോലെ ഒഴുകുന്നത് കാണാം. 1.10 കിലോമീറ്ററാണ് പാലത്തിൻ്റെ ദൈർഘ്യം. ഏപ്രിലിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രതികാര സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ കാശ്മീർ സന്ദർശനമാണിത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘം യു.എസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച 25 മിനിറ്റോളം നീണ്ടുനിന്നു. ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യു.എന്നിലെ 3 ഭീകരവിരുദ്ധ സമിതികളുടെ തലപ്പത്ത് പാകിസ്ഥാൻ എത്തിയതിലുള്ള ഇന്ത്യയുടെ അതൃപ്തി ജെ.ഡി. വാൻസിനെ അറിയിച്ചു. ഭീകരവിരുദ്ധ സമിതിയുടെ സഹ അധ്യക്ഷ സ്ഥാനം അടക്കം പാകിസ്ഥാന് കിട്ടിയതിലാണ് ഇന്ത്യ അമർഷം രേഖപ്പെടുത്തിയത്. സുരക്ഷാ സമിതി അംഗരാജ്യങ്ങളെയും ഇന്ത്യ ആശങ്ക അറിയിക്കും. ഭീകരവാദത്തിനെതിരെ സഹായിക്കുമെന്ന് ജെ.ഡി. വാൻസ് വ്യക്തമാക്കിയതായി ശശി തരൂർ MP പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള പ്രശ്നപരിഹാരത്തിന് യു.എസ് മധ്യസ്ഥത വേണ്ടെന്ന ഇന്ത്യയുടെ നിലപാട് ജെ.ഡി. വാൻസിനെ അറിയിച്ചിട്ടുണ്ട്. ഭീകരതയെയും ഇരകളെയും ഒരുപോലെ കാണാനാകില്ലെന്ന് അറിയിച്ചെന്നും ജെ.ഡി. വാൻസിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മനസ്സിലായെന്നും തരൂർ പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച 25 മിനിറ്റോളം നീണ്ടുനിന്നു.